ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി 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 ഒരു വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ്. കംപ്ലീറ്റ് ആയിട്ട് രാവിലെ മുതലേ ഉള്ളതൊന്നുമില്ല കേട്ടോ. ഞാൻ രണ്ടാൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വേറെ ആരെല്ലാം എൻ്റെ ഏട്ടനും വൈഫും വരുന്നുണ്ട്. വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ വെറുതെ വല്ലപ്പോഴും വരുന്ന ആളുകളാണ്. അപ്പോൾ കാണാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം ഇപ്പം എത്രയാണെന്നറിയോ? ഇപ്പം പറയാം. സമയം 11:49. ചോറായി. അമ്മ ചോറായോ? അമ്മ ചോറായി. പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട്, ചിക്കൻ പൊരിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോവാമല്ലേ. രാവിലെയാണ് അവർ വരുന്ന കാര്യം ഉറപ്പിച്ചൊന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ചധികം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങി അച്ഛൻ രാവിലെ കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഉറപ്പൊന്നും പറയാത്തത് കാരണം എന്താ പറയുക, നമ്മൾ വാങ്ങി വെക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ സാധനമൊക്കെ വാങ്ങി. ഇവനെ കണ്ടോ? ഇവന് ഞങ്ങളുടെ നാട്ടിലേക്ക് വേട്ടാളെന്നാണ് കേട്ടോ പറയുക. ഇവൻ ഭയങ്കര കുത്തുന്നൊക്കെ ഒരാളാണ്. പക്ഷേ നമ്മളോട് ഇതുവരെ അങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ അക്രമകാരിയായിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ഇവൻ്റെ പരിപാടി എന്താണെന്നറിയോ? ഇവൻ നമ്മുടെ അമ്മി വെക്കുന്ന അവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. അവിടുന്ന് വെള്ളം എടുത്തിട്ട് നേരെ ഈ വടിയുടെ മേലെ വന്നിട്ട് ആ മണ്ണ് കണ്ടോ? അതായത് നമ്മുടെ ചെതലിൻ്റെ ആ മണ്ണില്ലേ, ആ മണ്ണാണ് ഇത്. പോയി നനച്ചിട്ട് അവിടുന്ന് മണ്ണ് കുഴച്ചിട്ട് എടുത്തിട്ട് കൊണ്ടുപോവാണ് അവന് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതുവരെ ഉപദ്രവകാരിയൊന്നും ആയിട്ടില്ല കേട്ടോ. അവിടെ നമ്മുടെ അമ്മി വെക്കുന്ന അവിടെ വെള്ളം ഇല്ല, ഡ്രൈ ആയിട്ട് കിടക്കുന്നെങ്കിൽ ഇവൻ നമ്മളെ തെരഞ്ഞു വരും. അമ്മയാണ് എപ്പോഴും ഉണ്ടാവും. അമ്മയെ തെരഞ്ഞു വരും. എന്നിട്ട് അമ്മ അവിടെ വെള്ളമാക്കി കൊടുക്കും. എന്നിട്ട് അതെടുത്തിട്ട് നേരെ പോയിട്ട് മണ്ണെടുത്തിട്ട് അമ്മ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണെങ്കിലും കൂടെ നമ്മൾ തേങ്ങ വറുത്തരച്ചത് കുറച്ചിവിടെ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചിക്കൻ പൊരിക്കാനും കൂടിയുള്ള അതിലേക്കും കൂടി കണക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഇത്രയും കൂടുതലായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ പൊരിക്കുന്നതിലേക്ക് ഞാൻ വേറൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ നിന്ന് മോനില്ല കേട്ടോ. അവൻ വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പം കുറേ ദിവസമായിട്ട് വിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കിലോ കറിക്കും 1/2 കിലോ പൊരിക്കാനും അങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, നമുക്കിവിടെ ഒരുപാട് വേണ്ടടോ, ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അവർ വരുന്നതിനോടാണ് 1 കിലോ ചിക്കൻ തന്നെ വാങ്ങിയിട്ടുള്ളത്. അത് തന്നെ ബാലൻസ് ആയിരിക്കും, ബാക്കിയായിരിക്കും. ഇപ്പോൾ മോനും കൂടി ഇല്ല. പിന്നെ അവനാണെങ്കിൽ കഴിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോർമലായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെളുത്തുള്ളി, ഇഞ്ചി ആ പേസ്റ്റ് ഇല്ലേ, അതിലേക്ക് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. ഈ തൈരും കൂടി ഈ ഒരു മസാലയിലേക്ക് ഇട്ടപ്പോൾ ശരിക്കും നമ്മുടെ ബിരിയാണിക്ക് മസാല കൂട്ടൂലേ, അതേപോലെയുള്ള നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൈര് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക, നമ്മുടെ ചെറുനാരങ്ങ നീരില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വരും. തൈര് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഉപ്പ് കുറച്ചൊരു പൊടിക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അതായത് നമുക്ക് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ചിക്കനിലേക്ക് പൊരിക്കുന്ന സമയത്ത് കേട്ടോ ഉപ്പിടുകയാണെങ്കിൽ കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരിത്തിരി പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്.
കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാം. എന്നാലേ നമ്മുടെ മസാലയും ഉപ്പും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഉപ്പും എരിവൊക്കെ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/2 കിലോ ആണ് നമ്മൾ പൊരിക്കണം എന്നും കൂടി പറഞ്ഞതുകൊണ്ട് അവർ പൊരിക്കാനുള്ള പീസ് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കറിക്കുള്ളത് കുഞ്ഞ് സാധാ നോർമലി ആയിട്ടുള്ള പീസായിട്ടുമാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കും. ഏറ്റവും അവസാനമാണ് ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ കറി വെച്ചതിന് ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അതായത് ഇതിലേക്ക് ആ മസാലയും ഉപ്പും എരിവും മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ നോർമലി വെക്കുന്നത് പോലെ തന്നെ വെക്കാണ്. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനല്ല അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നെയ്ച്ചോറ് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മോന് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് കാരണം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് നോർമൽ ചോറ് തന്നെ വെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിച്ച്. പിന്നെ അതാണ് നമ്മുടെ ചിക്കൻ്റെ പീസ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് ചിക്കൻ കറി വെക്കാം. ഓക്കെ, അത് നമ്മുടെ ചിക്കൻ പൊരിക്കാനുള്ളത് അവിടുന്ന് ആവട്ടെ, അതായത് അതൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കറി വെക്കാം. വേറെ ഒന്നും സ്പെഷ്യലായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ട് ഞാൻ വെക്കുന്ന ചിക്കൻ കറി എങ്ങനെയാണെന്നുള്ളത്. പിന്നെന്താ, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ട്, അതുതന്നെ വലിയ കാര്യം. ഞാനല്ലേ വീഡിയോ ഒക്കെ എന്താ പറയുക, നമ്മൾ കുറേ കാലം മുൻപേ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ചാനൽ. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമൊക്കെ ഞാനങ്ങനെ നിർത്തിയതാണ്. വീണ്ടും ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. കാരണം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഥ നിങ്ങളോട് പറയും. അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ കഥ പറയുന്നതാണ്. ഞാൻ ചെയ്യുവേ അങ്ങനെയാടെ എൻ്റെ പൊറാട്ട ബീഫാ തരൂ. അങ്ങനെ ഏട്ടന് ചേച്ചിയും വരുന്ന സമയത്ത് പപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ബീഫ് പൊറാട്ടയാണ് കൊണ്ടുവരാറ്, ഇപ്രാവശ്യം പപ്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് നമ്മുടെ കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഭംഗിയാലെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടാണ്. ഓ മൈ ഗോഡ്, ഇത് എൻ്റെ ഏട്ടൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്. തീരെ വിടൂല ഫോട്ടോ, എവിടെ തിരിഞ്ഞാലും ഫോട്ടോ, എങ്ങോട്ട് പോയാലും ഫോട്ടോ, പുഴേൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ, മൊത്തത്തിൽ ഫോട്ടോമയാണ് കേട്ടോ. സെൽഫി പ്രാന്തന്മാരാണ്. അതിനുശേഷം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഏട്ടനും ചേച്ചിയും ഞാനും ഇരുന്നു കേട്ടോ. അമ്മയും അച്ഛനും പിന്നെ കഴിക്കാതെ അവരങ്ങനെ നിന്ന്. പിന്നെ ഞങ്ങൾ മോൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനക്ക കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ നോക്കുക, അവരാണോ വരുന്നത്. രാജു ചേട്ടാ, അല്ല ഞാൻ ഇവിടം വരെ വരും, താഴെ നിങ്ങൾ ഇവിടം വരെ ആക്കി തരും. ഇതാ പഠിക്കൽ വരെ. വർഷത്തിലൊരിക്കലും മാവേലി വരുന്നുണ്ടല്ലേ, മാവേലി വരുന്നുണ്ട്. അതേപോലെ തന്നെ വർഷത്തിലൊരിക്കലും മാവേലി വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം വരുന്ന 2 മാവേലിമാരാണ് കേട്ടോ ഇവർ രണ്ടാളും. വർഷത്തിലൊരിക്കലും മാത്രമേ ഇവർ വരാറുള്ളൂ. ടാറ്റ. അടുത്ത മാസം എന്ത്? അങ്ങനെ നമ്മളെ വിരുന്നുകാർ പോയി കേട്ടോ. വീണ്ടും നമ്മൾ മാത്രം തനിച്ചായി. പിന്നെ മോനെന്ന് വരും എന്ന് വിചാരിക്കുന്നു. വരുമോയെന്ന് അറിഞ്ഞോടാ. മറ്റന്നാൾ സ്കൂളിറക്കല്ലേ, വരുമായിരിക്കും. സ്റ്റിൽ വെയിറ്റിംഗ്. അവർ ചോറ് തിന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതിനുശേഷം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. മോൻ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു, അവൻ വന്നില്ല.
എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് പലതരം വെറൈറ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഇവിടെ ലഭ്യമാണ്. മസാല ബിസ്ക്കറ്റ് ഉണ്ട്, ഗുഡ് ഡേ ഉണ്ട്, അല്ലാതെ തേങ്ങ ബിസ്ക്കറ്റ് ഉണ്ട്, മിക്സ്ചർ ഉണ്ട്. പിന്നെ അവർ കൊണ്ടുവന്ന മോനും കൂടി കണക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയുക പപ്സാണ്. അത് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളന്ന് എൻ്റെ വല്യമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് പോയൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അവരുടെ ഒരാളുടെ നൈറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാനിടയിൽ എനിക്ക് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു സെയിം മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുട്ടിയാണ്, കുഞ്ഞതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. എന്താ പറയുക, ആദ്യം കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ശീലമില്ലാത്ത കാര്യമാണല്ലോ കുഞ്ഞു കുട്ടി മെഷീനിൽ അടിക്കുക എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് വലിയ ഉപകാരമാണ് അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഈ കീറിയ സാധനങ്ങൾ തുന്നാൻ വേണ്ടിയിട്ടും, തലണ കവർ അടിക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ സാധനങ്ങളുടെ വക്ക് മടക്കി തുന്നാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഉപകാരമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. രാത്രി ആയില്ലേ, നമ്മൾ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. മോൻ വരുമെന്ന് വിചാരിച്ചിട്ട് 2 ചിക്കൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം അത് ഞാൻ തന്നെ എടുത്ത് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു കുട്ടി വ്ലോഗ്, നമ്മുടെ വിരുന്നുകാർ വരുന്ന ഒരു ദിവസമായിരുന്നല്ലോ ഇന്ന്. എന്താ പറയുക, അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വീട്ടിലേക്ക് വരുന്ന ആളുകളാണ് കേട്ടോ. ഏട്ടനും ഏട്ടൻ്റെ വൈഫും. മോനുണ്ടോ, വന്നിട്ടില്ല, വലിയ ആളായി, പിന്നെ വരില്ലല്ലോ. അപ്പോൾ അവർ രണ്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി വേറൊന്നുമല്ല കേട്ടോ, വീണ്ടും പഴയ ഡ്രസ്സിലേക്ക് മാറുന്നതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് ജസ്റ്റ് മാറ്റിയതാണ്. അയ്യോ ഇപ്പോൾ വീണേനെ. അപ്പോൾ ഞാൻ എൻ്റെ ലൈറ്റ് സ്റ്റൂളിൻ്റെ മേലേക്ക് വെച്ചിട്ട് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കല് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.